तो कैसे हैं आप लोग? हाउ टू പ്രോ ലൈക്ക് GTA റൈസ് സ്റ്റാർ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ന്യൂബാന്ന് തോന്നുന്ന ആൾക്കാർക്കും നിങ്ങൾ മിഡ് റേഞ്ചായിട്ട് കളിക്കാറിയാത്ത ആൾക്കാർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. സോ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതും കൂടി ഒന്ന് കവറപ്പാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ലൊരു പ്രോ പ്ലെയറായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങളൊരു ഓൾഡ് പ്ലെയറായിട്ട് നിങ്ങളുടെ ഗെയിം പ്ലേ ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്ന ഒരു നല്ലൊരു വീഡിയോയിലേക്കാണ്. സോ നിങ്ങളുടെ പഴയ ഗെയിം പ്ലേ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങൾക്ക് കളിക്കാൻ അറിയാത്ത ആൾക്കാരായിട്ട് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല പ്രോ പ്ലേസിനെ കൂടെ കളിക്കാനും ഒക്കെ ആയിട്ട് വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. സിമ്പിൾ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയ്ക്ക് ആഡ് ആക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിരുന്നാൽ വ്യക്തമായിട്ട് ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ അകത്ത് ഫേക്ക് മൂമെൻറ്റ്സ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. സോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷോയപ്പ് കാണിക്കാനും ഞാൻ വലിയൊരു പ്രോ പ്ലെയറാണ്, അതാണ് ഇതാണെന്ന് കാണിക്കാൻ വേണ്ടിയും കുറേ പ്ലേയേഴ്സ് ഫേക്ക് മൂമെൻറ്റ്സ് കാര്യങ്ങൾ ഇടുന്നുണ്ട്. ഫേക്ക് മൂമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഈ സ്ക്രീനിൽ കൂടെ കാണിക്കാം. സോ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ഇതുപോലെ സ്ക്രീൻ വെറുതെ ഇട്ട് ഷേക്കാക്കി തിരിച്ച് ഒടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ ഫേക്ക് മൂമെൻറ്റ്. ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നവർ പോകാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളൊരു ഗെയിം പ്ലേയും കൂടി കളയാൻ വേണ്ടിയായിരിക്കും. സോ ഇത് നിങ്ങൾ ചെയ്യുന്നത് നിർത്തുക. സോ നിങ്ങൾ ഇന്നേക്ക് വരെ വന്നിരിക്കുന്ന എല്ലാ പ്ലേയേഴ്സിൽ അല്ലെങ്കിൽ തന്നെ ലെജൻഡ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഗെയിമിംഗ് വീഡിയോസ് തന്നെ കണ്ടാൽ മനസ്സിലാവും, അവർ ഫേക്ക് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒഴിവാക്കി അവർക്ക് ഹാൻഡിലാവുന്ന രീതിയിൽ ഒരു സ്മൂത്തായിട്ടേ കളിക്കാൻ ശ്രമിക്കാറുള്ളൂ. സോ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ താനൊരു പ്രോ പ്ലെയർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഫേക്ക് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഇടുന്നതിന് മറിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ കീപ്പ് ചെയ്ത് കളിക്കാൻ നോക്കുക. സെക്കൻഡ്, ജംപ് ഷോട്ട്, സിറ്റപ്പ് ഷോട്ട്. ജംപ് ഷോട്ടും സിറ്റപ്പ് ഷോട്ട്സും കൂടി നിങ്ങൾ ഒഴിവാക്കാൻ മാക്സിമം യൂസ് ചെയ്യുക. ജംപ് ഷോട്ടും കാര്യങ്ങളും അടിക്കാത്ത പ്ലേയേഴ്സ് ഇന്നത്തെ ടീമിൽ ആരുമില്ല. സോ എനിക്കറിയാം, കാരണം എൻ്റെ കൂട്ടത്തിലും കുറേ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത്. ജംപ് ഷൂട്ട് കാര്യങ്ങളൊക്കെ അടിച്ചാൽ നല്ലപോലെ പെട്ടെന്ന് ഓട്ടോയും ആവും ഹെഡിലേക്ക് എന്നൊക്കെ എനിക്കറിയാം. അത് ഒട്ടും നല്ലൊരു ചോയ്സ് അല്ല. സോ നിങ്ങളുടേതായിട്ടുള്ളൊരു നല്ലൊരു സ്കില്ല് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ ജംപ് ഷൂട്ട്, സിറ്റ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മെയിൻ ഫോക്കസ് നിങ്ങളുടെ അല്ലാതെ നോർമലി ഉള്ള സ്കിൽ കൊണ്ട് മാത്രം ഹെഡ് ഷോട്ട് അടിക്കുന്ന രീതിയിൽ കളിക്കാൻ പഠിക്കുക. സോ ജംപ് ഷോട്ട്, സിറ്റപ്പ് ഷോട്ട് കൂട്ടത്തെ കട്ടൗട്ട് മാർഗങ്ങൾ കളയുക. തേർഡ് എന്നു വെച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ iOS, ആൻഡ്രോയിഡ് തുടങ്ങിയ മൊബൈലിൽ നിന്ന് വെച്ച് ഈ ആൻഡ്രോയിഡിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് പ്രിഫർ കളിക്കുന്നത്. സോ ഞാൻ ഒരു ആൻഡ്രോയിഡ് യൂസറാണ്. സോ എനിക്ക് എല്ലാ പ്ലേസിനും അറിയാം, കാരണം എല്ലാവർക്കും iOS വാങ്ങാൻ പറ്റുന്ന അത്രയ്ക്കൊന്നും ബഡ്ജറ്റ് ലെവലൊന്നും കാണത്തില്ല. സോ അതെനിക്കറിയാം. ആൻഡ് ഈ ആൻഡ്രോയിഡിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഏറ്റവും കൂടുതലും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ DPI എന്ന് പറയുന്ന കാര്യങ്ങളും പോയിൻ്റർ സ്പീഡ് എന്ന് പറയുന്ന കാര്യങ്ങളും കൂട്ടിയിടും. പോയിൻ്റർ സ്പീഡ് ഹൈ ആക്കി വെച്ചാൽ മൊബൈൽ ഫോണിലെ സ്ക്രീനിലെ കാര്യങ്ങളെല്ലാം ചെറുതായിപ്പോൾ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും. സോ കൂടാതെ ബാറ്ററി പെട്ടെന്ന് തീരാനുള്ള ചാൻസസ് ഉണ്ട്. ഫോൺ എന്ന കാര്യങ്ങൾ നല്ല ഹൈ ആണ്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യങ്ങളോടൊക്കെ ചോദിച്ചാലും നിങ്ങൾ ഈ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവരും പറയാൻ പോകുന്നത്. സോ ആപ്പുകളെല്ലാം ക്രാഷ് ആവാനും സാധ്യതയുണ്ട്.
ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 100% ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പോയിൻ്റർ സ്പീഡിനെ കുറിച്ചുള്ളത്. ഇനി നിങ്ങൾ ഈ പോയിൻ്റർ സ്പീഡിനെ കുറിച്ച് ഈ ഉഡായിപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ പണ്ടത്തെ പ്ലേസിൽ ഉഡായിപ്പ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഷെയർ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറയണം. സോ പോയിൻ്റർ സ്പീഡ് എന്ന് വെച്ചാൽ പക്കയൊരു ഉഡായിപ്പാണ്. സോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്. നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ തന്നെ നാശമാക്കാനാണ് അവർ. ഈ AI-നോട് നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചാൽ മതി, ഫ്രീ ഫയറിൽ പോയിൻ്റർ സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും. സോ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ ജെമിനി, അല്ലെങ്കിൽ അത് ശരിയാണോ ChatGPT എന്ന് ചെന്ന് നിങ്ങളുടെ AI അസിസ്റ്റൻറ്റിനോട് ചെന്ന് ചോദിച്ചാൽ അവർ ഞാൻ പറഞ്ഞ സെയിം കാര്യമായിരിക്കും പറയാൻ പോകുന്നത്. പോയിൻ്റർ സ്പീഡ് ആരും ഹൈ ആക്കി വെക്കരുത്. മൊബൈലിൽ എങ്ങനെയാണോ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ കിടക്കട്ടെ. ആ കാര്യം നമ്മുടെ മൊബൈലിനകത്ത് കൂട്ടിയിടാൻ പാടില്ല. സോ അത് പണ്ടുള്ള പ്ലേയേഴ്സ് ചെയ്യും. അത് ഒക്കെ പണ്ടുള്ള കുറേ പ്ലേയേഴ്സ് അത് വർക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഇടാറൊക്കെ ഉണ്ടായിരുന്നു. സോ അത് ഫേക്കായിട്ടുള്ള കാര്യമാണ്. DPI കാര്യങ്ങൾ നിങ്ങളുടെ സെൻസിങ് കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പാക്കും. ഓക്കെ, സെൻസിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് തരും. സോ ആൻഡ്രോയിഡിൽ 4GB മൊബൈലിൽ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ മിനിമം, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാം, 2GB കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങളൊരു 418 വരെ ഇട്ടാൽ മതി. സോ 4G കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ 530 വരെ ഇട്ടാൽ മതി. 5G 6G തുടങ്ങിയ മൊബൈലിൽ കളിക്കുന്ന ആൾക്കാർ 613 വരെയെങ്കിലും മാക്സിമം ഇട്ടാൽ മതി. ബാക്കിയുള്ള മേപ്പോട്ടുള്ള ഡിവൈസ് ഉള്ള ആൾക്കാരും 613 തന്നെയാണ്. സോ അതിന് ഹൈ ആയിട്ട് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാൻ തന്നെ പറയാം. നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്ത് ഓവറായിട്ടുള്ള എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ബഗ് ഗ്ലിച്ച് തുടങ്ങി ആപ്പ് സ്റ്റക്ക് പ്രോബ്ലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഗ്രീൻ ലൈൻ വരും. ഒരുപാട് ആൾക്കാരുടെ മൊബൈലിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അതിൻ്റെ എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ട്, DPI ഓവറായിട്ട് ഇട്ടിട്ട് കിട്ടിയതിൻ്റെ. സോ എത്ര യൂസേഴ്സ് ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കണക്കിൽ നിങ്ങൾ DPI സെറ്റിംഗ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സെൻസി പാക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റ ID എറർ ഗെയിമിംഗ് YK എന്നാണ്. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ ആ ലിങ്കിൽ കൂടെ വന്ന് എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ അടുത്ത് സെൻസ് വന്നിട്ട് എൻ്റെ ഒരു മെസ്സേജ് ചെയ്യാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ ബോട്ടിനെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ സെൻസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. സെൻസ് ഒരു ജസ്റ്റ് ഒരു 100ൻ്റെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് എത്രത്തോളം വെർത്താണെന്നും കൂടി ആലോചിക്കാം. കാരണം ഇന്നത്തെ ടൈമിൽ 6000-നും 7000-നും എല്ലാവരും സെൻസിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് 100ന് നല്ല പെർഫെക്റ്റ് സെൻസി കൊടുക്കുന്നു. ലോ പ്രൈസിൽ നിങ്ങൾക്കൊരു സെൻസി പാക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ലതാണ്. സോ എല്ലാവരും പറ്റാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാം. സോ ഞാനിപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഒന്നും പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ അടുത്തൊന്നും വാങ്ങാതിരിക്കുക. ഇത് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം വാങ്ങിയാൽ മതി. വാങ്ങാൻ പറ്റാത്ത ആൾക്കാർ വാങ്ങേണ്ട. ചില സമയത്തൊക്കെ നമ്മൾ ചില സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് സെൻസി കൊടുക്കും. അന്നേരം നിങ്ങൾ ജോയിൻ ആക്കാൻ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ അന്നേരം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ പൈസ അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ, സോ നിങ്ങൾ എത്രയൊക്കെ ഹൈ എൻഡ് ഡിവൈസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും എത്രയൊക്കെ ലോ എൻഡ് ഡിവൈസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വെറുതെ ഒരു അനാവശ്യ കാര്യമില്ലാതെ നിങ്ങൾ ഗ്രാഫിക്സ് മാക്സിലോട്ടിടും. സോ മാക്സിലോട്ട് ഇട്ട് കഴിഞ്ഞുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഓവറായിട്ട് ഹീറ്റ് ചെയ്യാനും ലാഗ് ചെയ്യാനും പിന്നെ ബാറ്ററി ഡ്രോയിങ് ഉണ്ടാവുകയും ചെയ്യും. സോ നിങ്ങളുടെ ബാറ്ററി അധികം നേരം നിൽക്കത്തില്ല. ഗെയിമിങ് എക്സ്പീരിയൻസ് അത്രയും നല്ലപോലെ കിട്ടിയെന്ന് വരത്തില്ല. 2GB കളിക്കുന്ന ആൾക്കാർ സ്മൂത്ത് വിത്ത് നോർമൽ ഇട്ടാൽ മതി. 4G ആൻഡ് 5G കളിക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ സ്മൂത്ത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, സ്മൂത്ത് സ്റ്റാൻഡേർഡ് വിത്ത് FPS എൻഹാൻസ്ഡ് ഇട്ടാൽ മതി. നിങ്ങൾ ഹൈ എൻഡ് ഡിവൈസ് കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അൾട്രാ ആൻഡ് ഫിൽട്ടർ എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ബ്രൈറ്റ് FPS നോർമൽ പെർഫെക്റ്റ് ഗ്രാഫിക്സ് സെറ്റിംഗ്മെൻ്റ് ആയിരിക്കും അത്. സോ നിങ്ങളുടെ ഗെയിം പ്ലേ നല്ല ഇമ്പ്രൂവ് ആക്കും. ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ക്യാരക്ടർ സ്കില്ലിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ സെൻസിയും DPIയും പോലെ ഫ്രീ ഫയറിൻ്റെ അകത്ത് ക്യാരക്ടർ സ്കില്ലും കൂടി കറക്റ്റ് ആക്കണം. സോ നിങ്ങൾക്ക് എന്നാൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടാകും.
സോ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു കസ്റ്റം പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന തക്സോയ അലോക്ക് പിന്നെ എല്ലാവരും ഇടുന്നതാണ്. ഒന്നെങ്കിൽ ഡിവി ഇടുക. ഡിവി നല്ലൊരു ക്യാരക്ടറാണ്. മൂവ്മെൻറ്റ് ആക്യുറസി ഒക്കെ കിട്ടാൻ നല്ലതാണ്. സോ റീകോയിൽ നിങ്ങൾക്ക് കുറച്ച് തരും. നിങ്ങൾക്ക് ലൂണയും ഇടാം. സോ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്യുറസി കിട്ടും, റേറ്റ് ഓഫ് ഫയറും കൂടാൻ ചാൻസ് ഉണ്ട്, മൂവ്മെൻറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൽ കൂടെ നിങ്ങൾക്ക് നല്ലപോലെ ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും. കസ്റ്റം പ്ലേസ് ആൻഡ് CS PR കളിക്കുന്ന പ്ലേയേഴ്സ് ഒരിക്കലും ഡിവിനെ ഇടാൻ പാടില്ല. സോ കസ്റ്റത്തിൻ്റെ അത് മാത്രമേ ഡിവി വർക്ക് ആവത്തുള്ളൂ. സോ BRൻ്റെ അകത്ത് ഡിവി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറായിട്ട് എയിം ഷേക്ക് ആവാനും കറക്റ്റായിട്ട് ബുള്ളറ്റ് അടിക്കാൻ പറ്റില്ലെന്നും വരും. സോ ഡിവി BRൻ്റെ അകത്ത് യൂസ് ചെയ്യരുത്. BRൻ്റെ അകത്ത് നിങ്ങൾ ഓസ്കാർ അല്ലെങ്കിൽ തക്സോയ, ഓസ്കാർ അല്ലെങ്കിൽ തക്സോയ, പാസീവ് സ്കില്ല് ലൂണ, കൈറോ, ഇതാണ് റഷിംഗ് പ്ലേയേഴ്സ് യൂസ് ചെയ്യേണ്ടത്. സർവൈവൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യേണ്ട ക്യാരക്ടർ ഞാൻ പറഞ്ഞു തരാം. ഫോർഡ്, മാക്സിം, ഫോർഡ്, കില്ലി. സർവൈവൽ പ്ലേയേഴ്സ് ഈ ഒരു ക്യാരക്ടർ സ്കില്ല് യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് ക്യാരക്ടർ സ്കില്ലും കിട്ടിക്കാണും. DPI നിങ്ങൾ ലോ ആക്കി വളരെ ചെറിയ DPI ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഹൈ സെൻസ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഹൈ DPI ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് 600 DPI ഇട്ടെന്ന് വെച്ചു. സോ ഞാൻ ഇടേണ്ടത് 133 സെൻസിറ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ DPI കൂടുതലാണെങ്കിൽ സെൻസിറ്റിവിറ്റി നമ്മൾ ലോ ആക്കി ഇടണം. ഷോട്ട് സെൻസിറ്റിവിറ്റി 15 to 25 ഇട്ട് കഴിഞ്ഞാൽ ഹെഡ് ഷോട്ട് വാരി അടിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ തള്ളൊക്കെ ഇറക്കുന്നുണ്ട്. എന്തിനാണ് മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നത്? നിങ്ങളൊക്കെ ഓരോരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നത്? ഗൈസ് ഞാൻ പറയാം, നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്ക്. പോയിന്റർ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിൽ ഇറങ്ങുമ്പോൾ ഫസ്റ്റായിട്ടൊരു ഗണ്ണിന് കിട്ടുന്ന ചെറിയൊരു ഡോട്ടുള്ള സ്കോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് റെഡ് ഡോട്ട് എന്ന കാര്യങ്ങളൊക്കെ പറയും. ആ റെഡ് ഡോട്ട് സ്കോപ്പ് എന്നാണ് അതിന് പേര് പറയുന്നത്. ആ സ്കോപ്പിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് റെഡ് ഡോട്ട് എന്ന് പറയുന്നത് കിടക്കുന്നത്. അല്ല പിന്നെ ഹെഡ് ഷോട്ടും കാര്യങ്ങളും അടിക്കാനുള്ള പാനലല്ല. ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറഞ്ഞാൽ തോന്നുന്നു റെഡ് ഡോട്ട് സെൻസിറ്റിവിറ്റി പാനലാന്നൊക്കെ. സോ ദാറ്റ് ഫേക്ക്. എന്താ ഗൈസ് ഇങ്ങനെ നിങ്ങൾ വെറുതെ ലൈക്ക് അടിക്കുക ഗൈസ്, സബ്സ്ക്രൈബും കൂടി ചെയ്യ്. സോ നിങ്ങൾ നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിന് ഇത് അയച്ചും കൂടി കൊടുക്ക്. എന്താണ് അവരും കൂടി കാണട്ടെ കാര്യങ്ങളൊക്കെ. ഞാനിവിടെ 5 മണിയാവാറായി ഈ വീഡിയോ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ഹാർഡ് വർക്ക് നിങ്ങളൊന്ന് നോക്കും. 5 മണിക്ക് എണ്ണീച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോയ്ക്ക് റെക്കോർഡിങ്സ് എടുക്കണതാണ്. ആ ഒരു എഫോർട്ടെങ്കിലും കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി ഇതുപോലത്തെ കുറേ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലി ഉണ്ടായ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്നോടുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഫ്രീ ഫയറിൻ്റെ അത് നമ്മൾ ഒരു EG ബ്രദേഴ്സ് എന്ന് പറയുന്ന ബിൽഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ബിൽഡ് റിക്രൂട്ട്മെൻറ്റിന് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾക്ക് എങ്ങനത്തെ പ്ലേസിനാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ ബിൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും അവിടെയും കൂടി പോയി കാണാൻ നോക്കുക. സോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ഗൈസ്, ലവ് യു ഓൾ.